ഈ വീഡിയോയിൽ നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് ഓൺ എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ എയറോപ്ലെയിൻസ് അതിൻ്റെ ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യാം. സോ നേരെ ന്യൂമറിക്കൽസിനകത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമായ കുറച്ച് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലേസിനെ കുറിച്ച് ആദ്യം ഒന്ന് നോക്കാം. ഒരു ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ആദ്യം ആ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഒരു ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമുക്കറിയാം, I × ഒമേഗ × ഒമേഗ പി. ഒമേഗ നിങ്ങൾക്കറിയാം അത് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ ആണ്. ഒമേഗ പി നിങ്ങൾക്കറിയാം അത് പ്രിസിഷൻ വെലോസിറ്റിയാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഈ ടേംസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ്. ഐ എന്ന് പറയുന്നത് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നിങ്ങൾക്കറിയാം ലീനിയർ മോഷനിൽ എന്താണോ മാസിൻ്റെ സിഗ്നിഫിക്കൻസ് ആ സെയിം സിഗ്നിഫിക്കൻസ് തന്നെ ആയിരിക്കും റോട്ടറി മോഷനിൽ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്കുള്ളത്. സോ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്, I = m × k². m എന്ന് പറഞ്ഞാൽ മാസാണ്, k എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയർ മെക്കാനിക്സിൽ ഡൈനാമിക്സ് ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇനി ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയാം, V = r ഒമേഗ. V = r ഒമേഗ. ഇവിടെ നമ്മൾ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ പി, ഇത് ഒമേഗ പി എന്ന് സൂചിപ്പിക്കുന്നത് പൊസിഷൻ വെലോസിറ്റിയാണ്. സോ ഇത്രയും ഫോർമുലാസ് നമ്മൾക്ക് ആദ്യം ഒന്ന് നോട്ട് ചെയ്യണം, നമുക്ക് എന്നിട്ട് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. സോ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല I ഒമേഗ × ഒമേഗ പി. I എന്ന് പറയുന്നത് അത് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല m × k². k എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് V = r ഒമേഗ. നമുക്കിപ്പം ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ആൻ എയറോപ്ലെയിൻ ഫ്ലൈയിങ് അറ്റ് 240 km/h. എയറോപ്ലെയിൻ്റെ വെലോസിറ്റി വന്നിട്ടുണ്ട്. ടേൺ ടുവേർഡ്സ് ദി ലെഫ്റ്റ്. ആ എയറോപ്ലെയിൻ ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ആൻഡ് കംപ്ലീറ്റ്സ് എ ക്വാർട്ടർ സർക്കിൾ ഓഫ് 60 മീറ്റർ റേഡിയസ്. നമ്മളെ റേഡിയസ് ഓഫ് കർവേച്ചർ വന്നിട്ടുണ്ട് 60 മീറ്റർ. ദ മാസ് ഓഫ് ദി റോട്ടറി എഞ്ചിൻ ആൻഡ് ദി പ്രൊപ്പല്ലർ ഓഫ് ദി പ്ലെയിൻ, കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് എഞ്ചിൻ ആൻഡ് പ്രൊപ്പല്ലർ തന്നിട്ടുണ്ട് 450 kg. വിത്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ കെയുടെ വാല്യൂ വന്നിട്ടുണ്ട് 320 mm. ദ എൻജിൻ സ്പീഡ് ഈസ് 2000 RPM. RPM എൻജിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 2000. ക്ലോക്ക് വൈസിലാണ് പ്രൊപ്പല്ലർ കറങ്ങുന്നതെന്ന് മനസ്സിലായി. വെൻ വ്യൂഡ് ഫ്രം റിയർ, ഇത് ഒബ്സർവർ നിൽക്കുന്നത് പ്ലെയിൻ്റെ ബാക്കിലാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡിറ്റർമൈൻ ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ദി എയർക്രാഫ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് എഫക്റ്റ്. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ ആദ്യം ഡിറ്റർമൈൻ ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ എയർക്രാഫ്റ്റ് അതാദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് ബാക്കി അങ്ങോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എയറോപ്ലെയിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട്, ഇതിൽ ലെഫ്റ്റ് ടേൺ ആണ് എയറോപ്ലെയിൻ എടുക്കുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ വന്നിട്ടുണ്ട്, ടേൺ ചെയ്യുമ്പോഴുള്ള മാസ് വന്നിട്ടുണ്ട് 450 kg. റേഡിയസ് ഓഫ് ഗൈറേഷൻ വന്നിട്ടുണ്ട് 320 mm. എൻജിൻ്റെ സ്പീഡ് RPM തന്നിട്ടുണ്ട് 2000. ആൻഡ് ഒബ്സർവർ നിൽക്കുന്നത് ബാക്കിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡേറ്റേഴ്സിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ എയർക്രാഫ്റ്റ്. സോ മാസ് 450 kg തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ 320 mm, ഞാൻ മീറ്ററിലോട്ടാക്കി. RPM 2000 RPM ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 60 മീറ്റർ തന്നിട്ടുണ്ട്. സോ ഞാൻ ഈ mm തന്നിരിക്കുന്ന മീറ്ററിലോട്ടാക്കി, ബാക്കിയെല്ലാം മീറ്ററിലാണ്. ദെൻ വെലോസിറ്റി തന്നിരിക്കുന്ന km/h ആണ്. ഞാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ m/s എനിക്ക് വെലോസിറ്റി 66.67 m/s കിട്ടി. ഇത്രയുമാണ് തന്നിരിക്കുന്ന ഡേറ്റ. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്തെഴുതി. എനിക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിലാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിളാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കറിയാം അതിൻ്റെ ഫോർമുല I ഒമേഗ ഒമേഗ പി. I × ഒമേഗ × ഒമേഗ പി. സോ എനിക്ക് ആദ്യം I കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല അറിയാം, m × k². മാസ് × റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സോ എനിക്ക് അവിടെ പേടിക്കേണ്ട. മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സോ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I കിട്ടും. മാസ് അറിയാം 450, റേഡിയസ് ഓഫ് ഗൈറേഷൻ അറിയാം 0.3. സോ എനിക്ക് 46.08 kg. മാസിൻ്റെ യൂണിറ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ മീറ്ററിലാണ്, മീറ്റർ². സോ kg/m² ആണ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്. 46.08 kg/m² കിട്ടി.
ഇനി വി ഈസിക്കൽ ടു ആർ ഒമേഗയാണ്. ഓക്കെ, സോ എനിക്ക് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ ഞാൻ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. സോ എനിക്ക് ഇവിടുന്ന് പ്രിസിഷൻ വെലോസിറ്റി കിട്ടും. പ്രിസിഷൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രിസിഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആക്സിസ് അബൌട്ട് വിച്ച് ദി പ്ലെയിൻ ഈസ് റൊട്ടേറ്റിംഗ്. ഓക്കെ, സോ പ്രിസിഷൻ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, വി ഡിവൈഡഡ് ബൈ ആർ. സോ എനിക്ക് അവിടുന്ന് റേഡിയൻ പെർ സെക്കൻഡിൽ പ്രിസിഷൻ വെലോസിറ്റി കിട്ടി. എനിക്ക് ആർ പി എമ്മിലാണ് തന്നിരിക്കുന്നത്. എനിക്ക് റേഡിയൻ പെർ സെക്കൻഡ് ആക്കാൻ ഒരു ഫോർമുല അറിയാം, 2πn ഡിവൈഡ് ബൈ 60. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ 2π RPM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എനിക്ക്. സോ ഒമേഗയും കിട്ടി. സോ എനിക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഫോർമുല അറിയാം, I × ഒമേഗ × ഒമേഗ പി. എനിക്ക് എല്ലാ ഡേറ്റാസും ഉണ്ട്. സോ ഞാൻ എല്ലാ ഡേറ്റാസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എനിക്ക് ഐയുടെ വാല്യൂ ഉണ്ട് 460.08. എനിക്ക് ഒമേഗ പിയുടെ വാല്യൂ ഉണ്ട് 1.11. എനിക്ക് ഒമേഗയുടെ വാല്യൂ ഉണ്ട് 209.4. സോ ഞാൻ എല്ലാ വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 10713 ന്യൂട്ടൺ മീറ്റർ കിട്ടി, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത്രയും ക്ലിയർ ആണ്. ബേസിക് ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. സോ ഞാനിപ്പം ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി എനിക്ക് അതിൻ്റെ എഫക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് ഞാൻ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല, ഇവിടം വരെ വായിച്ചുള്ളൂ. ഇനി ഞാൻ അടുത്തത് ഈ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റാണ് ഞാൻ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ എയറോപ്ലെയിൻ. നമുക്കറിയാം ഈ പോർഷനെ പ്രൊപ്പല്ലർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ റോട്ടർ. ഇതാണ് നമ്മളെ നോസ്, ഇതാണ് നമ്മളെ ടെയിൽ. ഈ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നോസ് അപ്പാവും ടെയിൽ ഡിപ്പാവും, അല്ലെങ്കിൽ നോസ് ഡിപ്പാവും ടെയിൽ അപ്പാവും. ഈ കണ്ടീഷനിൽ, അതായത് നമ്മളെ കണ്ടീഷൻ എന്താണ്, ക്വസ്റ്റ്യൻ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എയറോപ്ലെയിൻ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുവാണ്, ഈ പ്രൊപ്പല്ലർ കിടന്ന് കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ നോസിനും ടെയിലിനും എന്ത് സംഭവിക്കും? നോസ് അപ്പാവുമോ ഡൗൺ ആവുമോ, ടെയിൽ അപ്പാവുമോ ഡൗൺ ആവുമോ? ഇതാണ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്ലോക്ക് വൈസിലാണ് പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. സോ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. ആ 4 സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കിട്ടും. ഈ 4 സ്റ്റെപ്പ് ഇത് എനിക്ക് ഫോളോ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും തെറ്റില്ല. ഫസ്റ്റ് നമ്മളെ സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി ആക്സിസ് ഓഫ് സ്പിൻ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ. നമ്മൾ സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കുക, പ്രൊപ്പല്ലറിൻ്റെ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കുക ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് പൊസിഷണൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ടോപ്പിൽ നിന്നും വ്യൂ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. സോ ഫസ്റ്റ് ആക്സിസ് ഓഫ് സ്പിൻ കണ്ടുപിടിക്കുക, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് അതിൻ്റെ അതായത് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലറിൻ്റെ ആംഗുലർ വെലോസിറ്റി ഡയറക്ഷനും ആക്സിസ് ഓഫ് സ്പിന്നും ആദ്യം കണ്ടുപിടിക്കുക. രണ്ടാമത് നമ്മൾ പൊസിഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക വെൻ ലുക്കിംഗ് ഫ്രം ടോപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളെ ഈ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ ഡയറക്ഷൻ നമ്മൾ ഉണ്ടല്ലോ, അതിനെയാണ് സ്പിൻ വെക്ടർ എന്ന് പറയുന്നത്. ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ഇൻ ദ ഡയറക്ഷൻ ഓഫ് പൊസിഷൻ. നമ്മൾ പൊസിഷനിലെ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ ഡയറക്ഷൻ എലോങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ബൈ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടും. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ സ്പിൻ ആക്സിസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആംഗുലർ വെലോസിറ്റിയെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ബൈ 90 ഡിഗ്രി ടു ഗെറ്റ് ദി ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിനെ. എന്നിട്ട് നമ്മളെ തമ്പ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിൽ പോയിന്റ് ഔട്ട് ചെയ്യുക, നമ്മളെ ഫിംഗേഴ്സ് എന്നിട്ട് കേൾ ചെയ്യിപ്പിക്കുക. പോയിന്റ് ദ തമ്പ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ദി റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആൻഡ് കേൾ ദി ഫിംഗർ ടു ഗെറ്റ് ഇറ്റ്സ് എഫക്റ്റ്. ഇത്രയും സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും. ഈ സ്റ്റെപ്പ് ഭയങ്കര സിമ്പിളാണ്. ഇതിപ്പം പറഞ്ഞപ്പോൾ ഇച്ചിരി ഇതാണ്, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് ഞാനിപ്പം വിശദമായിട്ട് എഴുതിയെന്നേ ഉള്ളൂ, ഇതുപോലെ പാടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്പിൻ ആക്സിസും ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദി പ്രൊപ്പല്ലർ. സോ ഇതാണ് നമ്മളെ പ്ലെയിൻ, ഇതാണ് പ്രൊപ്പല്ലർ. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒബ്സർവർ നിൽക്കുന്നത് റിയർ എൻഡിലാണ്, അതായത് എയറോപ്ലെയിൻ്റെ ബാക്കിലാണ് നമ്മൾ ഒബ്സർവർ നിൽക്കുന്നത്. നമ്മൾ ഒബ്സർവർ ഇവിടുന്ന് ഇപ്പോൾ ഒബ്സർവ് ചെയ്യുവാണ്. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ആര്? പ്രൊപ്പല്ലർ. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് ഒബ്സർവർ നോക്കുമ്പോഴത്തേക്ക് ഈ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഡയറക്ഷൻ വരച്ച് കണ്ടോ, ക്ലോക്ക് വൈസ് ആയിട്ട്. ഓക്കെ, ഞാനൊരു ലൈൻ വരയ്ക്കുന്നത് പ്രൊപ്പല്ലർ ആക്സിസിന് എലോങ് ആയിട്ട്, അതായത് പ്രൊപ്പല്ലറിന് പാരലായിട്ട് ആക്സിസിന് എലോങ് ആയിട്ട് ലൈൻ വരച്ചാൽ അതാണ് നമ്മളെ സ്പിൻ ആക്സിസ്.
ഓക്കെ. സോ ദ ലൈൻ ജോയിനിങ് ദി ഐ ഓഫ് ദി ഒബ്സർവർ ആൻഡ് ദി ആക്സിസ് ഓഫ് ദി പ്രൊപ്പല്ലർ, ഈ ലൈനെ വിളിക്കുന്ന പേരാണ് സ്പിൻ ആക്സിസ്. നമുക്കറിയാം ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് ഈ എയറോപ്ലെയിൻ ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ ആരോ പോയിരിക്കുന്നത്. ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പ്രൊപ്പല്ലർ കറങ്ങുന്നത്. ഈ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ആണ്. സോ ഒരു ഇവിടുന്ന് ഒബ്സർവറിന് എങ്ങനെയാണെന്ന് തോന്നും ഈ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ തോന്നും. ഇത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് സ്പിൻ ആക്സിസ്. നമുക്ക് കണ്ടുപിടിച്ചു തന്നെ ഈ ലൈനെയാണ് സ്പിൻ ആക്സിസ് എന്ന് പറയുന്നത്. ഒബ്സർവറിൻ്റെ ഐയും പ്രൊപ്പല്ലറിൻ്റെ ആക്സിസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനെ വിളിക്കുന്ന പേരാണ് സ്പിൻ ആക്സിസ്. ഇനി നമുക്ക് അടുത്തത് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റൈറ്റ് ആം എടുക്കുക. ഈ റൈറ്റ് ആം എടുത്തിട്ട് നിങ്ങളെ ഫിംഗേഴ്സ് ഇതേ ഡയറക്ഷനിൽ കേൾ ചെയ്യിപ്പിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം താണ്ടെ ഇത് ഇങ്ങനോട്ടാണ് കേൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പം നിങ്ങൾ റൈറ്റ് ആം എടുത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളെ ടുവേർഡ്സ് ആയിരിക്കും ഈ റൊട്ടേഷൻ കാണിക്കുന്നത്. സോ നിങ്ങൾ ആ ഫിംഗേഴ്സ് അതേ എനിക്ക് കേൾ ചെയ്യിപ്പിക്കുക. സോ നിങ്ങളെ റൈറ്റ് ആം ഇതിന് പാരലാക്കി വെക്കുക, അതാ ഇതുപോലെ. എന്നിട്ട് നിങ്ങൾ ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യിപ്പിക്കുക, കാരണം അതേ ഡയറക്ഷനിലാണ് കേൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേ എനിക്ക് കേൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളെ തമ്പ് എങ്ങോട്ടാണോ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അതായിരിക്കും നിങ്ങളെ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഇതായിരിക്കും നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. സോ നിങ്ങൾക്ക് ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി കിട്ടി അലോങ് ദി സ്പിൻ ആക്സിസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി, സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ സ്പിൻ ആക്സിസ്, പിന്നെ നമ്മുടെ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഇത് ഒന്നുമില്ല, ചുരുക്കം പറഞ്ഞാൽ ദാണ്ടെ പ്ലെയിൻ വരയ്ക്കുക, നമ്മൾ ലൈൻ ഇടുക. ഓക്കെ, ആ ലൈൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രൊപ്പല്ലറിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ ഫിംഗേഴ്സ് ഒന്ന് കേൾ ചെയ്യുക. നമ്മൾ റൈറ്റ് ഹാമിൻ്റെ ഫിംഗേഴ്സ് ഒന്ന് കേൾ ചെയ്യുക. നമ്മളെ തമ്പ് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യുന്നു അതാണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഇത്രയും ക്ലിയർ ആയെന്ന് വിട്ടു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ആക്സിസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കുക. നമുക്കറിയാം പ്രിസിഷൻ ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് പ്രിസിഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ, ദ വെർട്ടിക്കൽ ആക്സിസ്. ഇതാണ് നമ്മുടെ പ്രിസിഷൻ ആക്സിസ്. ദ വെർട്ടിക്കൽ ആക്സിസ് about which the plane is rotating. ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആ വെർട്ടിക്കൽ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ ആക്സിസ്. സോ നമ്മൾ ഈ സ്പിൻ ആക്സിസ് വരച്ചിട്ടുണ്ടല്ലോ, ആ സ്പിൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഈ ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മളെ പ്രിസിഷൻ ആക്സിസ്. ഇനി ഇത് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഇതാണ്ട് ഇപ്പോൾ ഈ പ്ലെയിൻ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിപ്പോൾ ഈ എയറോപ്ലെയിൻ്റെ അകത്തിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഒബ്സർവ് ആയിട്ട് നോക്കൽ. നിങ്ങളിപ്പോൾ ചിന്തിക്കണം, നിങ്ങളിപ്പോൾ എയറോപ്ലെയിൻ്റെ അകത്തിരിക്കുകയാണ്. ഈ പ്ലെയിൻ ഇപ്പോൾ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. സോ ഇതിപ്പം ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പ്രിസിഷൻ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതേ ഡയറക്ഷനിലായിരിക്കും അല്ലേ. ഇതിപ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പ്രിസിഷൻ വെലോസിറ്റി ഡയറക്ഷൻ അതേ കണക്ക് വരും. ഇതിപ്പം തിരിച്ചായിരുന്നെങ്കിൽ, ഇതിപ്പോൾ റൈറ്റ് ടേൺ ആണ് എടുക്കുന്നെങ്കിൽ എന്ത് വന്നേനെ? നമ്മളെ പ്രിസിഷൻ വെലോസിറ്റി ഡയറക്ഷൻ വെലോസിറ്റി തിരിച്ചു വന്നേനെ. ഇതിപ്പോൾ ഇങ്ങോട്ടായതുകൊണ്ട് എന്താണ് പ്രിസിഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ, ദ വെർട്ടിക്കൽ ആക്സിസ് അബൌട്ട് വിച്ച് ദ പ്ലെയിൻ ഈസ് റൊട്ടേറ്റിംഗ്. അപ്പോൾ എന്താ, പ്ലെയിൻ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക്. സോ നമ്മളെ ഡയറക്ഷൻ ഓഫ് പ്രിസിഷൻ വെലോസിറ്റി ഇങ്ങനെ വരും. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങനെ കാണും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ എന്താ, ഇങ്ങനെയാണ് റൊട്ടേറ്റ്, ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. അപ്പം അതേ കണക്ക് നിങ്ങൾ ഈ ആക്സിസിലോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ഇതിപ്പോൾ റൈറ്റ് ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതേ കണക്ക് തന്നെ ഈ ആക്സിസിലോട്ട് കൊണ്ടുവരണം. അപ്പോഴത്തേക്ക് ആരോ ടുവേർഡ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരും. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം ഈ ആരോ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വെൻ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ്. അപ്പം നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ് കിട്ടി, നമ്മളെ പ്രിസിഷൻ ആക്സിസ് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ കണ്ടുപിടിക്കുക വെൻ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ്. നമുക്കറിയാം ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇതെങ്ങനെ വന്നതെന്ന് പറയണ്ടല്ലോ. ഇതാണ്ട് ഇതിങ്ങനെ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് ഇതാണ്ട് അത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ്ട്. സോ വെൻ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ് ഇതെങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കിട്ടി. ഫസ്റ്റ് നമ്മൾ സ്പിൻ ആക്സിസ് ആണ്. ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ആണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്. രണ്ടാമത്തെ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. സോ നിങ്ങൾ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സ്പിൻ ആക്സിസും ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ആംഗുലർ വെലോസിറ്റിയുടെ പ്രൊപ്പല്ലറിൻ്റെ ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ പ്രിസിഷൻ്റെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മളെ ഈ ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഇവിടുന്ന് നോക്കുമ്പോൾ ടോപ്പിൽ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു നമ്മൾ കാണുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ. സോ ഇതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. മേളിൽ നോക്കുമ്പോൾ നമുക്ക് മേളിൽ നോക്കുവാന്ന് ഇപ്പം വിചാരിക്കും. ഇതിപ്പം മേളിൽ നിന്ന് നോക്കുവാന്നിരിക്കട്ടെ. ഇങ്ങനെ നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് അത് ക്ലോക്ക് വൈസ് ആവും.
നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ മേളിൽ നോക്കുമ്പോഴത്തേക്ക് സിൻസ് ഈ ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒമേഗേനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. നമ്മൾ മേളിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മളിത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ അത് ക്ലോക്ക് വൈസ് ആവും. നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ ഞാൻ ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു ബൈ 90 ഡിഗ്രി. ഇതാണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി. സോ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചൊരു പ്ലെയിനിലിട്ടു. ഇതാണ് നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. നമുക്കറിയാം ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. സോ എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് വരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടി. സോ എൻ്റെ 3 സ്റ്റെപ്പ് കണ്ടുപിടിച്ചു. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പുണ്ടല്ലോ, നമ്മളെ തമ്പ് ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിൽ പോയിൻ്റ് ഔട്ട് ചെയ്യണം. നമ്മളെ തമ്പ് നമ്മൾ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിൽ പോയിൻ്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളെ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കണം. നമ്മളെ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കിതാ ഇങ്ങനെ ഒരു എഫക്റ്റാണ് കിട്ടുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതിന് പാരലായിട്ടും നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടുവച്ചു. നമ്മളെ തമ്പ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിലോട്ട് നമ്മളെ തമ്പ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. ഈ ഒരു എഫക്റ്റ് നമ്മൾ നേരെ എയറോപ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം നോസ് അപ്പാവും ടെയില് ഡിപ്പാവും. കാരണം ഇങ്ങനൊരു ഡയറക്ഷൻ ഇങ്ങനൊരു എഫക്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എഫക്റ്റ് എന്താണ് എയറോപ്ലെയിൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? നോസ് അപ്പാവും ടെയില് ഡിപ്പാവും. സോ നമുക്ക് കിട്ടി എഫക്റ്റ് ഓഫ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ നമുക്ക് കിട്ടി. വെൻ ദ പ്രൊപ്പല്ലർ റൊട്ടേറ്റ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദ എയറോപ്ലെയിൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ, ഒബ്സർവറാണ് നിൽക്കുന്നത് റിയർ എൻഡിൽ. അപ്പോൾ നമുക്ക് എഫക്റ്റ് എന്താണ്? നോസ് ഗെറ്റ് റൈസ്ഡ് ആൻഡ് ദ ടെയിൽ ഗെറ്റ് ഡിപ്ഡ്. ഇപ്പോഴാണ് നമ്മളെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് വെറും സിമ്പിളാണ്. ഇതാണ് സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കുക, പ്രിസിഷൻ വെലോസിറ്റി കണ്ടുപിടിക്കുക, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഇത് ഓക്കെ. ഇനി നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എഫക്റ്റ് കിട്ടും. സോ നമ്മളിപ്പം ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്തു അല്ലേ. ഡിറ്റർമൈൻ ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ എയർക്രാഫ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റേറ്റ് ഇറ്റ്സ് എഫക്റ്റ്. സോ ഇവിടം വരെ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഗൈറോസ്കോപ്പിക് കപ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. I/Ω/Ωp ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ കണ്ടീഷനിൽ എഫക്റ്റ്, അതായത് വ്യൂവർ എയറോപ്ലെയിൻ്റെ ബാക്കിലാണ്, എയറോപ്ലെയിൻ്റെ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, പിന്നെ നമ്മളെ ലെഫ്റ്റ് ടേൺ ആണ് എയറോപ്ലെയിൻ എടുക്കുന്നത്. ഇനി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടിലോട്ട് പോകാം. ഇൻ വാട്ട് വേ ഇറ്റ്സ് എഫക്റ്റ് ചേഞ്ച്ഡ് വെൻ എയറോപ്ലെയിൻ ടേൺസ് ടുവേർഡ്സ് റൈറ്റ്. ഇപ്പോൾ ഇതേ കണ്ടീഷൻ തന്നെ, അതായത് ഒബ്സർവർ ബാക്കിൽ നിൽക്കുകയാണ്, റിയർ എൻഡിൽ നിൽക്കുകയാണ്, എയറോപ്ലെയിൻ്റെ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് തന്നെ കറങ്ങുകയാണ്. പക്ഷേ എയറോപ്ലെയിൻ ലെഫ്റ്റ് ടേൺ അല്ല എടുക്കുന്നത്, ഇവിടെ റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവിക്കുന്നത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം പെട്ടെന്ന് വരച്ചാണ്. നമുക്ക് ആ സ്റ്റെപ്സ് ഇതിൽ തന്നെ നമുക്ക് എല്ലാ സ്റ്റെപ്സും പറയാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? അത് ക്ലോക്ക് വൈസ് കറങ്ങുവാണ്. നമുക്ക് ആദ്യം നമ്മൾ സ്പിൻ ആക്സിസ് വരച്ചു അല്ലേ, എയറോപ്ലെയിൻ വരച്ചു, ഒബ്സർവർ ഇതാ നിൽക്കുന്നു, ബാക്കിൽ നിൽക്കുന്നു, നമ്മൾ സ്പിൻ ആക്സിസ് വരച്ചു. പിന്നെ നമ്മൾ റൈറ്റ് ആം എടുത്ത്, ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഡയറക്ഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ തമ്പ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഇതേ ഡയറക്ഷനിലായിരിക്കും. ആ തമ്പ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഇതേ ഡയറക്ഷനിലാണ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ തരുന്നത്. ഇത് നേരത്തെ ചെയ്ത് കണക്കാണ്, ഇതിന് മാറ്റമില്ല, കാരണം ക്ലോക്ക് വൈസിലാണ് പ്രൊപ്പല്ലർ കറങ്ങുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ ഇങ്ങനെ വരും. ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ക്വസ്റ്റിനെ പറഞ്ഞെങ്കിൽ ഡയറക്ഷൻ തിരിച്ചു വന്നേനെ, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം ക്ലോക്ക് വൈസ് കറങ്ങുന്നതുകൊണ്ട് ഇതിന് മാറ്റമില്ല, ഫസ്റ്റ് സ്റ്റെപ്പിന് മാറ്റമില്ല. നമ്മൾ സ്പിൻ ആക്സിസ് കണ്ടുപിടിച്ചു, ആംഗുലർ വെലോസിറ്റി ഓഫ് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പ്രിസിഷൻ ആക്സിസ് കണ്ടുപിടിക്കുക. അതാണ് നമുക്കറിയാം വെർട്ടിക്കൽ ആക്സിസ് അബൌട്ട് വിച്ച് ദ പ്ലെയിൻ ഈസ് റൊട്ടേറ്റിംഗ്, അതാണ് പ്രിസിഷൻ ആക്സിസ്. ഈ ഗ്രീൻ ലൈനാണ് പ്രിസിഷൻ ആക്സിസ്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ എയറോപ്ലെയിൻ ഒരു റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ്റെ അകത്തിരിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. പ്ലെയിൻ റൈറ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് ഇതാണ്ട് റൈറ്റ് ടേൺ ആണ് പ്ലെയിൻ എടുക്കുന്നത്. സോ ആരോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നതും നമ്മൾ ആരോ അങ്ങോട്ട് വരും. കണ്ടോ, ഇപ്പോൾ റൈറ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരോ ഇങ്ങോട്ടാണ് വരുന്നത്. അത് നേരെ നമ്മൾ പ്രിസിഷൻ ആക്സിലോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരോ ഇതാ ഇങ്ങനെ വരും. നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പം ഈ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. മേളിൽ നിന്ന് നോക്കുന്ന ഒരു ഒബ്സർവറിന് ഈ ഡയറക്ഷൻ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷനായിട്ട് കാണാം അല്ലേ. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഒമേഗയെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. നമ്മൾ മേളിൽ നോക്കുമ്പോൾ ആംഗുലർ വെലോസിറ്റി എങ്ങനെയാണ് കറങ്ങുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ. സോ ഈ നമ്മൾ ഒമേഗയെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. നമ്മൾ ദാണ്ടേ ഇത് ഇങ്ങോട്ട് ഇടുമ്പോഴാണ് ക്ലോക്ക് വൈസ്, മേളിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇടുമ്പം ക്ലോക്ക് വൈസ്, ഇങ്ങോട്ട് ഇടുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇടുന്നു. സോ നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ
ഡയറക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വൺസ് നമുക്ക് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. സോ എനിക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനും കിട്ടി. സോ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തമ്പെടുത്ത് ആ ഡയറക്ഷനിലോട്ട് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുവാണ്. എന്നിട്ട് എൻ്റെ ഫിംഗേഴ്സ് ഞാൻ കേൾ ചെയ്യിപ്പിക്കുവാണ്. എൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ദാണ്ട് ഫിംഗേഴ്സ് മടങ്ങുവാണ്. ഈ ഡയറക്ഷനാണ് എൻ്റെ ഫിംഗേഴ്സ് മടങ്ങുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് എഫക്റ്റ് കിട്ടുന്നത് ഇങ്ങനൊരു എഫക്റ്റ് ആയിരിക്കും. ഈ എഫക്റ്റ് ഞാൻ എയ്റോപ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാണാം ദാണ്ട് നോസ് ഡിപ്പാവും ടെയില് റൈസ് ആവും അല്ലേ. ഈ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോസ് ഡിപ്പാവും ടെയില് റൈസ് ആവും. സോ effect of reactive gyroscopic couple നമ്മളെ കണ്ടീഷനിൽ സെക്കൻഡ് കണ്ടീഷൻ പ്രൊപ്പല്ലർ റൊട്ടേറ്റ്സ് ഇൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആൻഡ് എയ്റോപ്ലെയിൻ ടേക്സ് എ റൈറ്റ് ടേൺ. നമ്മൾ ബാക്കിൽ നിന്നും ഒബ്സർവർ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ടെയിൽ ഗെറ്റ് റൈസ്ഡ് ആൻഡ് ദ നോസ് ഗെറ്റ് ഡിപ്ഡ്. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടി. ഇപ്പം കുറച്ചും കൂടി സിമ്പിളായിട്ട് വരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിൽ എന്താ പറയുന്നത്, ഡിറ്റർമൈൻ ദ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ എയർക്രാഫ്റ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഇൻ വാട്ട് വേ ഇറ്റ്സ് എഫക്ട് ചേഞ്ച് വെൻ ദ എയറോപ്ലെയിൻ ടേക്സ് ടുവേർഡ്സ് റൈറ്റ്. ഇതുവരെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എൻജിൻ റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ്. സോ എൻജിൻ്റെ റൊട്ടേഷൻ മാറുന്നില്ല, ക്ലോക്ക് വൈസ് തന്നെ. സെക്കൻഡ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യനിൽ വെൻ വ്യൂഡ് ഫ്രം ഫ്രണ്ട് എൻഡ് ദ ഡയറക്ഷൻ ഓഫ് വ്യൂയിങ് മാറി. നേരത്തെ റിയർ എൻഡിൽ നിന്നായിരുന്നു, ബാക്ക് എൻഡിൽ നിന്നായിരുന്നു, ഇപ്പം ഫ്രണ്ടിൽ നിന്നാണ് ഒബ്സർവർ പ്ലെയിനെ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ദ എയ്റോപ്ലെയിൻ ടേക്സ് ഫസ്റ്റ് വൺ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നു, സെക്കൻഡ് ഒരു റൈറ്റ് ടേൺ. ഓക്കെ. സോ നമുക്ക് ആദ്യം ഈ കണ്ടീഷൻ നോക്കാം. എൻജിൻ റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ഒബ്സർവർ എയ്റോപ്ലെയിനെ ഒബ്സർവ് ചെയ്യുന്ന ഫ്രണ്ടിൽ നിന്നാണ്, ആൻഡ് ദ എയ്റോപ്ലെയിൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ. ഇതാണ് എൻ്റെ കണ്ടീഷൻ. സോ ഒബ്സർവർ ഫ്രണ്ടിൽ നിന്നാണ്, ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്, പ്രൊപ്പല്ലർ എയ്റോപ്ലെയിൻ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. സോ ഇതാണ് ആ കണ്ടീഷൻ. സോ നമ്മൾ ആ സ്റ്റെപ്പ് എല്ലാം കൂടി ഒന്ന് വരച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇത് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. സോ നിങ്ങൾക്കറിയാം ദാണ്ടെ എയ്റോപ്ലെയിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ ഒബ്സർവർ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒബ്സർവർ ഡയറക്റ്റായിട്ട് പ്രൊപ്പല്ലർ കാണാം. ഇതാണ് നോസ് പാർട്ട്, ഇതാണ് നമ്മളെ ടെയിൽ പാർട്ട്. സോ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത് കൊണ്ട് ദാണ്ടെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറുന്നില്ല, ക്ലോക്ക് വൈസ് തന്നെയാണ്. സോ ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓഫ് അതായത് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ മാറുന്നില്ല. നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. കാരണം ഫസ്റ്റ് പാർട്ടിലും നമ്മളെ പ്രൊപ്പല്ലറിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നത് കൊണ്ട് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ മാറുന്നില്ല. നോ സെക്കൻഡ് നമ്മളെ വെർട്ടിക്കൽ ആക്സിസ് ആണ്. നമ്മൾ ഈ ഗ്രീൻ ലൈൻ വരയ്ക്കുന്നതാണ്. ഗ്രീൻ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളെ പൊസിഷൻ ആക്സിസ് ആണ് അല്ലേ. ദ ആക്സിസ് അബൌട്ട് വിച്ച് ദി പ്ലെയിൻ ഈസ് റൊട്ടേറ്റിംഗ്. ഇനി നമ്മൾ എയ്റോപ്ലെയിൻ ഒരു ആദ്യത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്റോപ്ലെയിൻ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നതാണ്. എയ്റോപ്ലെയിൻ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മളിപ്പോൾ എയ്റോപ്ലെയിനെ തിരിക്കുകയാണ്. ഓക്കെ. സോ നമ്മൾ എയ്റോപ്ലെയിൻ ഇങ്ങനെ വന്നിട്ട് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. ഉണ്ടോ, നമ്മൾ എയ്റോപ്ലെയിൻ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഒബ്സർവ് ഇരിക്കുകയാണെന്ന് നമുക്ക് എയ്റോപ്ലെയിൻ ലെഫ്റ്റ് ടേൺ എടുക്കുന്നതായിട്ട് കാണാം. സോ നമ്മൾ ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ദാണ്ടെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ നേരെ വെർട്ടിക്കൽ ആക്സിസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദാണ്ടെ നമുക്ക് ഡയറക്ഷൻ കിട്ടി. അതായത് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കിട്ടി. വെൻ വ്യൂയിങ് ഫ്രം ദി ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ രണ്ട് സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് the direction of angular velocity of propeller കണ്ടുപിടിച്ചു. The direction of angular velocity of position കണ്ടുപിടിച്ചു. It is rotating in anti-clockwise direction when viewing from the top. ഇനി അടുത്തത് നമ്മൾ ഈ ആംഗുലർ വെലോസിറ്റി നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഏത് ഡയറക്ഷനിൽ? ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പം ബൈ 90 ഡിഗ്രിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടി. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. സോ നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടി. അടുത്ത സ്റ്റെപ്പ് നമ്മളെ തമ്പ് അതേ ഡയറക്ഷനിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക, നമ്മളെ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് കേൾ ചെയ്യിപ്പിക്കുക, നമുക്ക് ഇങ്ങനൊരു എഫക്റ്റാണ് കിട്ടുന്നത് അല്ലേ. നമ്മൾ കേൾ എഫക്റ്റ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. നമ്മളെ ടെയില് അപ്പാവും, നമ്മളെ നോസ് ഡിപ്പാവും. ആ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ എഫക്റ്റ് ഇതാണ് നമ്മളെ എഫക്റ്റ്. ഈ എഫക്റ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ടെയിൽ അപ്പാവും, നമ്മളെ നോസ് ഡിപ്പാവും. സോ നമുക്കറിയാം ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനിൽ നമ്മൾ ഒബ്സർവർ ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്യുന്നു, എയ്റോപ്ലെയിൻ ലെഫ്റ്റ് ടേൺ എടുക്കുന്നു. നമ്മൾ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ടെയിൽ ഗെറ്റ് റൈസ്ഡ് ആൻഡ് ദ നോസ് ഗെറ്റ് ഡിപ്ഡ്. നൗ ഇനി നമ്മൾ ടുവേർഡ്സ് ദ ലാസ്റ്റ് ഓഫ് ദി സെക്ഷൻ എത്തി. ഈ ക്വസ്റ്റ്യൻ്റെ ടുവേർഡ്സ് ദ എൻഡ് നമ്മളെത്തി. റൈറ്റ് ടേൺ, അതായത് ക്ലോക്ക് വൈസിൽ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നു, എയ്റോപ്ലെയിൻ റൈറ്റ് ടേൺ എടുക്കുന്നു. ഒബ്സർവർ അവിടെ തന്നെയാണ്, ഫ്രണ്ടിൽ തന്നെയാണ്.
സോ അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഒബ്സർവർ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത് കൊണ്ട് നമ്മുടെ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ മാറുന്നില്ല, സെയിം തന്നെ. ഇനി നമ്മൾ എയറോപ്ലെയിനകത്തിരിക്കുന്നു. എയറോപ്ലെയിൻ ഒരു റൈറ്റ് ടേൺ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഇങ്ങനെ വരും. ഈ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരോ ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ വരും. വെൻ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ് ഈ ഒരു ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. സോ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിട്ടി. ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക, നമുക്ക് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. നമ്മൾ നേരെ തമ്പ് ആ ഡയറക്ഷനിൽ പോയിൻറ്റ് ചെയ്യുക, നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കുക. നമ്മൾ ഫിംഗേഴ്സ് മടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ എഫക്റ്റ് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളെ ടെയിൽ ഡിപ്പാവും, നമ്മളെ നോസ് റൈസ് ആവും അല്ലേ. ഈ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ടെയിൽ ഡിപ്പാവും, നമ്മളെ നോസ് റൈസ് ആവും. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലേ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നോസ് റൈസ് ആവും, ടെയിൽ ഡിപ്പ്. പിന്നെ ഫൈനലി നമ്മൾ എൻ്റെ ലാസ്റ്റ് പാർട്ടും ചെയ്തു. എയറോപ്ലെയിൻ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ എഫക്റ്റ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പല പാർട്ട് ബൈ പാർട്ടായിട്ട് പല കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഫുൾ എയറോപ്ലെയിൻ്റെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ എയറോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഫുൾ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. സോ അപ്കമിങ് വീഡിയോസിൽ നമ്മൾ കുറച്ചും കൂടി പ്രോബ്ലം ചെയ്യാം. സോ ബേസിക്കലി 5 സ്റ്റെപ്പ് ഓർത്തിരുന്നാൽ മതി എഫക്റ്റ് കണ്ടുപിടിക്കാൻ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ I ഒമേഗ പി, I ഇൻറ്റു ഒമേഗ പി ചെയ്താൽ മതി. ഇതിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ ഈ 5 സ്റ്റെപ്പ് എടുത്താൽ മതി. വെറും സിമ്പിളാണ്. പൊസിഷൻ എക്സ് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കുക, പൊസിഷൻ വെലോസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിക്കുക, നമ്മൾ എയറോപ്ലെയിൻ എങ്ങോട്ടാണ് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ടേൺ ചെയ്യുന്നത് നോക്കുക, അതനുസരിച്ച് പൊസിഷൻ വെലോസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ ആംഗുലർ വെലോസിറ്റിയെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഏത് ഡയറക്ഷനിൽ, ഏത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ പൊസിഷൻ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ്. ദെൻ സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് അതിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാം. സോ ഇത് ഭയങ്കര സിമ്പിളാണെന്ന്, തെറ്റാൻ ചാൻസ് വളരെ കുറവാണ്. സോ അപ്കമിങ് വീഡിയോസിൽ നമുക്കിത് കുറച്ച് കൂടി പ്രോബ്ലംസ് ഇത് ചെയ്യാം. സോ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അപ്കമിങ് വീഡിയോസിൽ കാണാം. താങ്ക് യു.